ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാമൂഹിക നവോത്ഥാനത്തെക്കുറിച്ചുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. നോക്കാം. ചോദ്യം 1. അയ്യങ്കാളി ജനിച്ചത് എവിടെ? ഉത്തരം വെങ്ങാനൂർ. ചോദ്യം 2. 1904 അധസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം ആരംഭിച്ചത് ആര്? ഉത്തരം അയ്യങ്കാളി. ചോദ്യം 3. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പൊലി കുറിപ്പിക്കും ഇങ്ങനെ പറഞ്ഞത് ആര്? ഉത്തരം അയ്യങ്കാളി. ചോദ്യം 4. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം അയ്യങ്കാളി. ചോദ്യം 5. വെങ്ങാനൂരിലെ പൊതുവഴികളിലൂടെ അയ്യങ്കാളി വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത് സാമൂഹിക വിലക്കുകൾ ലംഘിച്ചത് എന്ന്? ഉത്തരം 1893. ചോദ്യം 6. കല്ലുമാല സമരം നയിച്ചത് ആര്? ഉത്തരം അയ്യങ്കാളി. ചോദ്യം 7. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 8. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴത്തി ഗ്രാമത്തിലെ വയൽവാരം വീട്ടിൽ ശ്രീനാരായണ ഗുരു ജനിച്ച വർഷം ഏത്? ഉത്തരം 1856 ഓഗസ്റ്റ് 20. ചോദ്യം 9. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയുമായി ആദ്യമായി കണ്ടുമുട്ടിയതെവിടെ? ഉത്തരം അണിയൂർ ക്ഷേത്രത്തിൽ. ചോദ്യം 10. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇവ ആരുടെ വാക്കുകളാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 11. എവിടെ വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ കവാടത്തിൽ ശ്രീനാരായണ ഗുരു കുറിച്ച വാക്കുകളാണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം. ഉത്തരം ആലുവ. ചോദ്യം 12. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 13. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കപ്പെട്ട വർഷമേത്? ഉത്തരം 1903. ചോദ്യം 14. ആരുടെ പ്രധാന കൃതികളാണ് ആത്മോപദേശ ശതകം, ദർശനമാല, ദേവദശകം എന്നിവ? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 15. ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയത് ഏത് ക്ഷേത്രത്തിലാണ്? ഉത്തരം കാരമുക്ക് ക്ഷേത്രം. ചോദ്യം 16. ഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠ ഏതായിരുന്നു? ഉത്തരം ആലപ്പുഴയിലെ കളവൻകോട്. ചോദ്യം 17. ഓം എന്നെഴുതിയ കണ്ണാടി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചത് ഏതു ക്ഷേത്രത്തിലാണ്? ഉത്തരം കളവൻകോട്. ചോദ്യം 18. ശ്രീനാരായണ ഗുരു ശാരദാ പ്രതിഷ്ഠ നടത്തിയത് എവിടെ? ഉത്തരം ശിവഗിരി. ചോദ്യം 19. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് വേണ്ടത്, പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 20. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ആജീവനാന്ത അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ആരെ? ഉത്തരം ശ്രീനാരായണ ഗുരുവിനെ. ചോദ്യം 21. SNDP യോഗത്തിന്റെ പ്രഥമ വാർഷിക സമ്മേളനം നടന്നതെവിടെ? ഉത്തരം അരുവിപ്പുറം. ചോദ്യം 22. ഏത് സംഘടനയുടെ മുൻഗാമിയായി അറിയപ്പെടുന്നതാണ് വാവൂട്ട് യോഗം? ഉത്തരം SNDP. ചോദ്യം 22. 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 24. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏത്? ഉത്തരം ശ്രീലങ്ക. ചോദ്യം 25. രവീന്ദ്രനാഥ് ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമേത്? ഉത്തരം 1922. ചോദ്യം 26. ശ്രീനാരായണ ഗുരുവും ടാഗോറുമായുള്ള സംഭാഷണം തർജ്ജമ ചെയ്ത് കേൾപ്പിച്ചത് ആരെ? ഉത്തരം കുമാരനാശാൻ. ചോദ്യം 27. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷമേത്? ഉത്തരം 1925. ചോദ്യം 28. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയുമുണ്ടായ സംഭാഷണം പരിഭാഷപ്പെടുത്തിയത് ആര്? ഉത്തരം N. കുമാരൻ. ചോദ്യം 29. ഗുരുവിന്റെ ആദ്യത്തെ രചനയായി അറിയപ്പെടുന്നത്? ഉത്തരം ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ചോദ്യം 30. അദ്വൈത വേദാന്ത തത്വങ്ങൾ വ്യക്തമായി പ്രതിപാദിക്കുന്ന ഗുരുവിന്റെ കൃതി ഏത്? ഉത്തരം ദർശനമാല. ചോദ്യം 31. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി ആരുടെ രചനയാണ്? ഉത്തരം സുകുമാർ അഴീക്കോട്. ചോദ്യം 32. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശമുള്ള കൃതി ഏത്? ഉത്തരം ജാതി മീമാംസ. ചോദ്യം 33. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പ്, നാണയം എന്നിവയിൽ രൂപമുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 34. ഇന്ത്യയെ കൂടാതെ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം സ്റ്റാമ്പിൽ അച്ചടിച്ച രാജ്യമേത്?
ഉത്തരം ശ്രീലങ്ക. ചോദ്യം 35. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവി ആരെ? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ചോദ്യം 36. കേരളത്തിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ആരുനാമമാണ് നൽകിയിട്ടുള്ളത്? ഉത്തരം ശ്രീനാരായണ ഗുരു. ചോദ്യം 37. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. ചോദ്യം 38. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവൂ. ഇങ്ങനെ പറഞ്ഞത് ആര്? ഉത്തരം വക്കം മൗലവി. ചോദ്യം 39. സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടുകയും പത്രാധിപരായ രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുകയും ചെയ്ത വർഷമേത്? ഉത്തരം 1910. ചോദ്യം 40. എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിന്, അച്ചുകൂടമെന്തിന് എന്ന നിലപാട് സ്വീകരിച്ചത് ആരെ? വക്കം മൗലവി. ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഇതെല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.